ഇനി നമുക്ക് ആറന്മുളയിലേക്ക് പോകാം. ആറന്മുളയിലെ സ്ഥിതിയൊക്കെ നമ്മൾ രാവിലെ തൊട്ട് കാണുന്നുണ്ട്. അവിടെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നുണ്ട്. പലരെയും ക്യാമ്പുകളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ മടിച്ചു നിന്ന ആളുകളെയൊക്കെ തന്നെ സന്നദ്ധ പ്രവർത്തകരും സർക്കാർ സംവിധാനം തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ ജീവനക്കാരൊക്കെ എത്തി പരമാവധി ആളുകളെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആറന്മുള MLA അബിൻ വർക്കിയൊക്കെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് മൃഗങ്ങളെയൊക്കെ തന്നെ ആടിനെയും കന്നുകാലികളെയും വളർത്തുമൃഗങ്ങളെയൊക്കെ തന്നെ മാറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ സ്ഥിതി എന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കണം. അമൽ തേനംപറമ്പിൽ ചേരുന്നുണ്ട്. അവിടെ നിന്നും തത്സമയം. അമൽ, അവിടെ രക്ഷാദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്ന പരമാവധി ആളുകളെയും ഈ പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോകാതെ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റാൻ കഴിഞ്ഞിട്ടോ? വെള്ളം ഇറങ്ങുന്നുണ്ടോ? രാവിലെ നമ്മൾ കണ്ട ജലനിരപ്പ് അത് എങ്ങനെയാണ്? അതിലെ നേരിയ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? ഇവിടുന്ന് ഇനിയും ആളുകളെ മാറ്റാനുണ്ട്. പരമാവധി ആളുകളെ മാറ്റുകയാണ്. ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ ചേട്ടന്റെ അടുത്ത് നമ്മൾ രാവിലെ അപ്പൊ വന്ന സമയത്ത് ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ വരുന്നുണ്ടെന്ന്. അപ്പൊ ചേട്ടനാണെങ്കിൽ വീട്ടിലുള്ള ഒരു വെല്ലുമ്മയുണ്ട്, വെല്ലുമ്മയും ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെയും നമ്മുടെ കൂടെ ഈ വള്ളത്തിൽ കയറ്റി അങ്ങ് വിട്ടു. പക്ഷെ ചേട്ടൻ വരണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ വെച്ചു, ഇവിടെ കുറച്ച് ആടുകളുണ്ട്, അപ്പോൾ ആടിനെ കൊണ്ടുപോകാതെ ഞാൻ വരികയില്ല എന്നുള്ള നിലപാടാണ് എടുത്തത്. ഇപ്പോൾ എന്തായാലും അബിനടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തി. ഈ ആടുകളെല്ലാം ആദ്യം ഒരു റൗണ്ട് പോയിട്ട് വന്നു. ആദ്യം എത്ര 5 പോയില്ല. ആദ്യം നമ്മൾ 6 കൊണ്ടുപോയി, പിന്നീട് ഇപ്പോൾ വീണ്ടും 6 കൊണ്ടുപോകുന്നു. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പല ആളുകളും വിമുഖത കാണിക്കുമായിരുന്നു ക്യാമ്പിലേക്ക് വരാൻ. അപ്പോൾ ഈ ചേട്ടൻ വിമുഖത കാണിച്ചത് ഒരു ന്യായമായ ആവശ്യമാണ്. കാരണം 12-13 ആടുകളുമായിട്ട് ഇവിടെ ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ താൻ വരണമെങ്കിൽ ആട് വരണമെന്ന് പറഞ്ഞത് ഏറ്റവും ന്യായമായ കാര്യമാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ടാണ് ആടിനെ രക്ഷപ്പെടുത്തി ചേട്ടന്റെ ജീവനും രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമായിട്ട്. ഇനി ഇവിടെ വേറെ ഒന്നുമില്ല, ആടില്ല, എല്ലാം കഴിയില്ലേ? ചേട്ടൻ ഇപ്പൊ എവിടേക്കാ ഇനി മാറുന്നേ? ഞാൻ എന്റെ ഒരു ബന്ധുവീടുണ്ട്, ബന്ധുവീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഇതിനെ അവിടെ ഒരു തൊഴുത്തിലുണ്ട്, അവിടെ കെട്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഇതിലേക്ക് വന്നിട്ട് അതിന് തീറ്റവും വെള്ളവും ഒക്കെ കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോ ചേട്ടൻ എന്തായാലും പോവല്ലേ? ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ കാണുന്ന വീടൊക്കെ ഈ ചേട്ടൻ ഇപ്പോ വന്ന വീട് തൊട്ടിപ്പറേ മറ്റൊരു വീട് കാണുന്നുണ്ട്. അവിടെയൊക്കെ ഏകദേശം ഒരു എന്തേടാ ഇതിനപ്പുറം ആറന്മുള പുഞ്ചയാണ്. ആറന്മുള പുഞ്ചയുടെ തീരമാണ്. നമ്മൾ ഇവിടെ തുരുത്ത് പോലാണ്. ഇവിടെ ഒരു 15 വീടുകൾ അകപ്പെട്ട് കിടക്കുന്നത്. ഈ റോഡ് ബ്ലോക്ക് ആയാൽ ഇങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ അവിടെ നമ്മൾ അതിനപ്പുറം ഇതുപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലകാലങ്ങളിൽ ഇവിടെ റോഡിന് ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ റോഡ് കളത്തത്, എന്നിട്ടും പെട്ടെന്ന് നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ റോഡ് ബ്ലോക്ക് ആവുകയാണ്. അതും പ്രകാരം നമ്മൾ എന്ത് ചെയ്യാനാ, ഒരു തുരുത്ത് പോലെ അകപ്പെട്ട് ഞങ്ങളിവിടെ ജീവിക്കുന്നു. എങ്ങനെയാലും കഴിഞ്ഞു പോകണ്ടേ. അതാണ് ചേട്ടൻ തന്നെ ഉണ്ടാക്കിയ ഒരു വള്ളമുണ്ട്, അതിൽ അവിടേക്ക് എത്താമെന്നുള്ളതാണ് ചേട്ടൻ പറയുന്നത്. ഇനിയിപ്പോ ഈ അവിടുന്ന് ഒഴുകി ഇറങ്ങി വരുന്ന വെള്ളം വന്നില്ല എങ്കിൽ എത്ര നേരം കൂടി പ്രശ്നം തീരും? അതായത് ഇനി ഒരു 3 മണിക്കൂർ നേരം കൂടെ, 2.5 മണിക്കൂർ എന്തായാലും എടുക്കും ഈ ഡാമിലെ വെള്ളം ഇവിടെ എത്താൻ വേണ്ടി. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് 1 അടി വെള്ളം അല്ലെങ്കിൽ 1.5 അടി വെള്ളം ഉയരും. അതിനുശേഷം മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളം സെറ്റിൽ ചെയ്യും. അങ്ങനെ സെറ്റിൽ ചെയ്താൽ തന്നെ 2 ദിവസം 2.5 ദിവസം എടുക്കും ഇത് ഈ വെള്ളം ഇറങ്ങിപ്പോകാൻ. 2018 വെള്ളം ഈ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ഏതാണ്ട് ഒരാഴ്ച എടുത്തിട്ടാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ 2.5-3 ദിവസം എടുക്കും ഇവിടുത്തെ വെള്ളം ഇറങ്ങിപ്പോകാൻ. അതാണ് ആറന്മുളയുടെ പ്രത്യേകത. നമ്മൾ ഈ റാന്നിയിലെ വെള്ളം പെട്ടെന്ന് സ്റ്റീപ്പായ കാരണം ഇറങ്ങിപ്പോകാൻ എളുപ്പമാണ്, പക്ഷെ ആറന്മുളയിലെ വെള്ളം ഇറങ്ങിപ്പോവില്ല. അപ്പോൾ ഇവിടെ വെള്ളം നിലനിൽക്കുകയും അതിൻ്റെ മുകളിലോട്ട് ടോപ്പപ്പ് ചെയ്ത് വെള്ളം വരികയും കൂടെ ചെയ്താൽ അത് അതീവ ഗുരുതര സാഹചര്യമാണ് ഉണ്ടാവുക. അതായത് തിരുവനന്തപുരത്ത് നിന്നൊക്കെ വന്ന ആളുകളുണ്ട്, മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവരാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ചേട്ടാ, നിങ്ങൾ ഇവിടുന്ന്? ഞങ്ങൾ തിരുവനന്തപുരമാണ്. ഞങ്ങൾ തിരുവനന്തപുരം വെഞ്ഞാറമൂട് താമസിക്കുന്ന കഴക്കൂട്ടം. ഞങ്ങൾ മിനിയാന്നെത്തിയാണ്. വെളുക്ക് രാത്രിയായി ഇവിടെ എത്തിയപ്പോഴത്തേക്ക്. ഇത് 2ാം ദിവസം. എത്ര പേരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ട്? ഞങ്ങൾ എണ്ണം പറയാൻ പറ്റത്തില്ല. അതെ ഞങ്ങൾ വണ്ടിയിൽ കൊള്ളുന്ന ജീപ്പിലായിരുന്നു. ഞങ്ങൾ വേറെ ഇതുണ്ട്, പിന്നെ സ്കൂബ ഡൈവേഴ്സ് ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ ഒരുപാട് പേഷ്യൻസിനെ രക്ഷപ്പെടുത്താൻ പറ്റി. പിന്നെ ഇന്നലെ ഒരു വെന്റിലേറ്ററിലേക്ക് മാറ്റാനായിട്ട് ആംബുലൻസ് എത്താൻ പറ്റാത്ത സ്ഥലത്ത് ഞങ്ങൾക്ക് പോയി 2 കുട്ടികളെ രക്ഷിക്കാൻ പറ്റി. വീണ്ടും മഴയ്ക്കുള്ള ഒരു കോളുണ്ടെന്ന് തോന്നുന്നു. പതിയെ പൊടിഞ്ഞുകൊണ്ടിട്ടുണ്ട്. പണിയാവും എന്നത് ഒരു ഇരുള് തന്നെയാണ് വരുന്നത്. നല്ലൊരു കോള് വെച്ച് വരുന്നുണ്ട്. ഈ തെളിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ കിഴക്കത്തെ പ്രദേശത്തെ വെള്ളം ഇറങ്ങി വന്നില്ല, ഇവിടെ തെളിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. രാവിലത്തേക്കാളും വെള്ളം ഉയർന്നിട്ടുണ്ടായിരുന്നു, എന്നാലും വലിയ രീതിയിൽ ഉയരാതെ നിലനിൽക്കുകയാണ്. ഇവിടെ വീടുകളിലുള്ളവർ എല്ലാവരും തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുവാൻ ജനങ്ങൾ മുൻകൈയെടുത്ത് മുന്നിട്ടിറങ്ങി മാറിയാൽ എത്രയും പെട്ടെന്ന് നമുക്ക് വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു.
രതീഷ്, അതാണ് ഇനിയിപ്പോൾ മഴ പെയ്തില്ല എങ്കിൽ അധികം വൈകാതെ ഈ വെള്ളം ഇറങ്ങും എന്നുള്ളതാണ് ശരി, പ്രതീക്ഷിക്കുന്നത്. ആറന്മുളയിലെ സ്ഥിതി വിവരിക്കുകയായിരുന്നു അമൽ തേനംപറമ്പിൽ. ഒരേ മനസ്സോടുകൂടി അതാണ് പല നാട്ടുകളിൽ നിന്ന് എത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുകയാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ അബിൻ വർക്കി നേരിട്ട് തന്നെ ഈ ദുരന്തമുഖത്തേക്ക് ഇറങ്ങുന്നതിന്റെ കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞത് നമ്മൾ കണ്ടത് ഈ പല ആളുകളും വീടുകളിൽ നിന്നും മാറാൻ തയ്യാറാകാത്ത അവരുടെ അരുമ മൃഗങ്ങൾ, ഓമന വളർത്ത് നായ്ക്കൾ ഉൾപ്പെടെ ഒറ്റപ്പെട്ടു പോകുമോ, കാരണം ഇണ്ടാപ്രാണികളാണ്, അവരെ രക്ഷപ്പെടുത്തുക എന്നത് നമ്മുടെ ദൗത്യം കൂടിയാണ്.